നിങ്ങളൊരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഈ 5 മിസ്റ്റേക്കുകൾ നിങ്ങൾ ഒരിക്കലും ഫോളോ ചെയ്യരുത്. ഫസ്റ്റ് വൺ MOQ ആണ്, മിനിമം ഓർഡർ ക്വാണ്ടിറ്റി. ചെറിയൊരു ലാഭത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഫാബ്രിക്കുകൾ പർച്ചേസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം പർച്ചേസ് ചെയ്യുക. അടുത്ത പോയിന്റ് നീഷാണ്. നിങ്ങളെ നീഷ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. കസ്റ്റമർ നിങ്ങളെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെസ്റ്റേൺ വെയർ ആണോ, കിഡ്സ് വെയർ ആണോ, ലേഡീസ് വെയർ ആണോ എന്നുള്ളൊരു കാറ്റഗറി നിങ്ങൾ ചൂസ് ചെയ്യുക. നെക്സ്റ്റ് വൺ ക്വാളിറ്റി ഓഫ് ഫാബ്രിക് ആണ്. നിങ്ങൾ ലാഭത്തിന് വേണ്ടിയിട്ട് ഫാബ്രിക്കിന്റെ ക്വാളിറ്റി റേറ്റിൽ പിന്നെ വ്യത്യാസപ്പെടുത്തി കഴിഞ്ഞാൽ കസ്റ്റമർക്ക് നിങ്ങളോടുള്ള ട്രസ്റ്റ് നഷ്ടപ്പെടുകയും നിങ്ങളെ ബ്രാൻഡിന്റെ ആ ഒരു സ്വീകാര്യത നഷ്ടപ്പെടുകയും ചെയ്യും. അടുത്ത പോയിന്റ്, ബൾക്കായിട്ട് നിങ്ങൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് അതിന്റെ ഒരു സാമ്പിൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ലാസ്റ്റ് പോയിന്റ് വിസിബിലിറ്റി ആണ്. നിങ്ങൾ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ അത് കസ്റ്റമറിലേക്ക് കറക്റ്റ് ആയിട്ട് വിസിബിൾ ആവുന്ന രൂപത്തിൽ നിങ്ങൾ അത് ഷോക്കേസ് ചെയ്യുക.